Hello friends, welcome back to the Zero to Fluency Spoken English class. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഭാവി കാര്യങ്ങൾ എങ്ങനെ പറയാമെന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പം തന്നെ മുൻകൂട്ടി കണ്ട് പറയുക എന്നൊന്നുമല്ല, മറിച്ച് നമ്മൾ പലപ്പോഴും ചെയ്യുമെന്ന ആശയത്തിൽ കാര്യങ്ങൾ പറയാറുണ്ട് അല്ലേ. ഉദാഹരണത്തിന്, അവൻ നാളെ ഇവിടെ വരും, ഈ മാസാവസാനം അവളൊരു ലാപ്ടോപ്പ് വാങ്ങും, നാളെ ഞാൻ അദ്ദേഹത്തെ ഓഫീസിൽ വെച്ച് കാണും, അടുത്ത മാസം ഞങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറും, അവർ നമുക്കത് മെയിൽ ചെയ്യും, അടുത്ത ആഴ്ച അവൻ ദുബായിലേക്ക് പോകും അല്ലേ. ഇങ്ങനെ ചെയ്യുമെന്ന ആശയത്തിൽ, അതായത് ഭാവിയിലൊരു കാര്യം ചെയ്യുമെന്ന ആശയത്തിൽ നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ആശയത്തിൽ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എപ്പിസോഡിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എന്ന്. ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് നല്ല പരിചയമുള്ള കം എന്ന വേർഡാണ് അല്ലേ. വരിക എന്നതാണ് കം എന്നാൽ അർത്ഥം. ഐ എന്നാൽ ഞാൻ എന്നാണ്, യു എന്നാൽ നീ എന്നാണ്, ദേ എന്നാൽ അവർ എന്നാണ്, വി എന്നാൽ നമ്മൾ എന്നാണ്, ഹി എന്നാൽ അവൻ എന്നാണ്, ഷി എന്നാൽ അവൾ എന്നാണ് അല്ലേ. അത് ഇത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇറ്റ് എന്ന വേർഡ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ചെയ്യുമെന്ന ആശയത്തിൽ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ആശയത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വരും, നീ വരും, അവർ വരും, അവൾ വരും, അവൻ വരും, അവൾ വരും എന്നൊക്കെയാണ് നമുക്ക് പറയേണ്ടത്. എങ്ങനെയാണിത് പറയാൻ നോക്കാം. വലിയ മലമറിച്ചിടുന്ന പണിയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ കൂടെ ഒരു വില്ല് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഞാൻ വരും എന്നെങ്ങനെ പറയും? ഐ വിൽ കം. നീ വരും, യു വിൽ കം. അവർ വരും, ദേ വിൽ കം. നമ്മൾ വരും, വി വിൽ കം. അവൻ വരും, ഹി വിൽ കം. അവൾ വരും, ഷീ വിൽ കം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്ര സിമ്പിളാണ് നമ്മൾ ഭാവിയിലൊരു കാര്യം പറയാൻ. ഇനി കം എന്ന വേർഡ് മാറ്റി മറ്റ് വേർഡ്സൊക്കെ വെച്ചിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അതായത് ഇതിൻ്റെ നെഗറ്റീവ് എങ്ങനെ പറയാമെന്നുള്ളത്. അതായത് ഞാൻ വരില്ല, നീ വരില്ല, അവർ വരില്ല, നമ്മൾ വരില്ല, അവൻ വരില്ല, അവൾ വരില്ല എന്നൊക്കെ പറയാം. മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതെങ്ങനെയാണ് പറയുക എന്നുള്ള ഏകദേശം രൂപം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അല്ലേ. വളരെ സിമ്പിളാണ്, കാരണം ഇതിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വിൽ നോട്ട് അല്ലേ, ഞാൻ വരില്ല, ഐ വിൽ നോട്ട് കം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നല്ല ഫ്ലുവൻ്റായിട്ട് നമുക്കത് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിൽ നോട്ട് എന്നതിനെ നമുക്ക് വോണ്ട് എന്ന് കോൺടെസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ വരില്ല, ഐ വോണ്ട് കം. നീ വരില്ല, യു വോണ്ട് കം. അവർ വരില്ല, ദേ വോണ്ട് കം. നമ്മൾ വരില്ല, വി വോണ്ട് കം. അവൻ വരില്ല, ഹി വോണ്ട് കം. അവൾ വരില്ല, ഷീ വോണ്ട് കം അല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഷിയാബ് വരില്ല, ഷിയാബ് വോണ്ട് കം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വേർഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതായത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യനാണ് നോക്കാറുള്ളത്. ഒന്ന് യെസ് ഓർ നോ ക്വസ്റ്റ്യനും പിന്നെ ഒന്ന് WH ക്വസ്റ്റ്യനും അല്ലേ. ഇതിൻ്റെ ആദ്യം നമ്മൾ നോക്കുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ നോക്കാമെന്ന് നോക്കാം. മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത് അല്ലേ. അതേ ഒരു മെത്തേഡ് തന്നെയാണ്. അതായത് നമ്മൾ ഈ വില്ലിനെ നേരെ ഈ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഫോമായി ഉദാഹരണം ചോദിക്കുക, ഞാൻ വരുമോ? വിൽ ഐ കം. നീ വരുമോ? വിൽ യു കം. അവർ വരുമോ? വിൽ ദേ കം. നമ്മൾ വരുമോ? വിൽ വി കം. അവൻ വരുമോ? വിൽ ഹി കം. അവൾ വരുമോ? വിൽ ഷീ കം. ഓക്കെ മീൻസ് ഇത്ര സിമ്പിളാണ് കാര്യങ്ങൾ. ഇതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ നെഗറ്റീവായിട്ട് ചോദിക്കാറുണ്ടല്ലേ. ഉദാഹരണത്തിന്, ഞാൻ വരില്ലേ, നീ വരില്ലേ, അവർ വരില്ലേ, നമ്മൾ വരില്ലേ, അവൻ വരില്ലേ, അവൾ വരില്ലേ എന്നൊക്കെ അല്ലേ നെഗറ്റീവായിട്ട് നമ്മൾ ഈ ചോദ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ അതങ്ങനെ ചോദിക്കും. ഇതിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അല്ലേ. അതായത് വാണ്ട് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാൻ വരില്ലേ, വോൾ ഐ കം. നീ വരില്ലേ, വോണ്ട് യു കം. അവർ വരില്ലേ, വോണ്ട് ദേ കം. നമ്മൾ വരില്ലേ, വോണ്ട് വി കം. അവൻ വരില്ലേ, വോണ്ട് ഹി കം. അവൾ വരില്ലേ, വോണ്ട് ഷീ കം. അത് മീൻസ് ഇനി ഇതിൻ്റെ അടുത്തത് WH ക്വസ്റ്റ്യൻസ് എങ്ങനെ ചോദിക്കാമെന്നുള്ളതാണ്. സിമ്പിളാണല്ലേ. ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ WH ക്വസ്റ്റ്യൻസിൽ ഏത് ക്വസ്റ്റ്യൻ വേർഡാണോ നമ്മൾ ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, ഉപയോഗിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്, അതിന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അല്ലേ. നമുക്ക് ഉദാഹരണത്തിന് ഹൗ അല്ലേ. ഹൗ എന്നാൽ എങ്ങനെ എന്നൊരർത്ഥമാണ് അല്ലേ. ഇത് നമുക്ക് നോക്കാം. ഞാൻ എങ്ങനെ വരാം അല്ലേ, നീ എങ്ങനെ വരും, അവരെങ്ങനെ വരും, നമ്മളെങ്ങനെ വരും എന്നൊക്കെ ചോദിക്കാൻ എന്ത് സിമ്പിളാണ്. ഇനി നോക്കാം. ഹൗ വിൽ ഐ കം. ഞാൻ എങ്ങനെ വരും. ഹൗ വിൽ യു കം. നീ എങ്ങനെ വരും. ഹൗ വിൽ ദേ കം. അവരെങ്ങനെ വരും. ഹൗ വിൽ വി കം. നമ്മളെങ്ങനെ വരും. ഹൗ വിൽ ഹി കം. അവനെങ്ങനെ വരും. ഹൗ വിൽ ഷീ കം. അവളെങ്ങനെ വരും. ഷിയാബ് എങ്ങനെ വരും. ഹൗ വിൽ ഷിയാബ് കം അല്ലേ. അപ്പോൾ
ഫ്രണ്ട്സ് ഇത്ര സിമ്പിളാണ്. അതായത് ചെയ്യുമെന്ന ആശയത്തിൽ കാര്യങ്ങൾ പറയാൻ വളരെ എളുപ്പമാണെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായേക്കാവുന്ന ഒരു സംശയമാണ്, നമ്മൾ മുമ്പ് സ്കൂളിൽ നിന്നൊക്കെ പഠിക്കുന്ന സമയത്ത്, നമ്മൾ ഈ ഫ്യൂച്ചർ ടെൻസൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വിൽ എന്നതിൻ്റെ കൂടെ ഒരു ഷാൾ എന്നതിൻ്റെ ഉപയോഗം കൂടെ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താണ് ഈ ഷാൾ? അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഷാൾ എന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണ് ഷാൾ എന്നതിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് ഇപ്പോൾ കാണുന്നത്. എന്നാൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ അതിൻ്റെ ഉപയോഗം, ഷാൾ എന്നതിൻ്റെ ഉപയോഗം വളരെ കുറവാണെന്ന് പറഞ്ഞാൽ തീരെ ഇല്ല എന്ന് തന്നെ പറയാൻ പറ്റുന്ന രീതിയിൽ അത്രയ്ക്ക് കുറവാണ് അമേരിക്കൻ ഇംഗ്ലീഷിൽ. എന്നാൽ തന്നെയും ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ ഇതിൻ്റെ ഉപയോഗം ഉണ്ട് എങ്കിലും അൺകോമനാണ്. അതായത് ഇതിൻ്റെ ഉപയോഗം ഇപ്പോൾ തീരെ വളരെ കുറഞ്ഞു വരികയാണ് എന്നർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഷാൾ എന്നതിൻ്റെ പകരം നമുക്ക് വില്ലൻ ഉപയോഗിക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിവിടെ ഷാൾ എന്നത് പറയാത്തത്. ഇനി ഷാളിൻ്റെയും വില്ലിൻ്റെയൊക്കെ ഉപയോഗത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിലൂടെ ഷാൾ വില്ലിൻ്റെയും ഷാളിൻ്റെയും ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്രാമറിലെ വ്യത്യാസങ്ങളും അതുപോലെ അതിൻ്റെ ആശയത്തിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങളിത് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, താങ്ക്സ്.